ഇനി ഡൽഹിയെ നയിക്കുക അതിഷി മർലേനയായിരിക്കും. ആരാണ് അതിഷി എന്ന് വലിയ പരിചയപ്പെടുത്തലുകൾ ആവശ്യമുണ്ടാകില്ല. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ ഡൽഹിയിലെ നിരത്തുകളിൽ നിറഞ്ഞ പ്രതിഷേധത്തിന് മുൻനിര നേതൃത്വം നൽകിയ തീപ്പൊരി നേതാവായിരുന്നു അതിഷി. അന്ന് AAPക്ക് വേണ്ടി മാധ്യമങ്ങളെ കണ്ടതും കാര്യങ്ങൾ വിശദീകരിക്കുന്നതും എല്ലാം അതിഷിയായിരുന്നു. അതേ അതിഷി ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയാണ്. ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രിയാണ്. ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളുടെ മുഖം മാറ്റിയാണ് ഡൽഹിയുടെ മുഖമായി അതിഷി വരുന്നത്. 43 വയസ്സുകാരിയായ അതിഷി ആം ആദ്മി പാർട്ടിയിൽ വളരെ പെട്ടെന്ന് ഉദിച്ചുയർന്ന നേതാവാണ്. കൃത്യമായ രാഷ്ട്രീയവും മികച്ച ആശയവിനിമയ ശേഷിയുമാണ് അതിഷിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ. ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാകുമ്പോൾ അത് അരവിന്ദ് കെജ്രിവാളിന് അനുയോജ്യമായ പിൻഗാമി തന്നെയാകും. നേരത്തെ സുഷമ സ്വരാജും ഷീല ദീക്ഷിതുമായിരുന്നു ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ വനിതകൾ. അരവിന്ദ് കെജ്രിവാളാണ് അതിഷിയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. അതിന് തൊട്ടു പിന്നാലെ കെജ്രിവാളിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിഷി രംഗത്തെത്തി. ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിന് തന്റെ ഗുരുവായ അരവിന്ദ് കെജ്രിവാളിന് നന്ദി എന്നായിരുന്നു അവരുടെ വാക്കുകൾ. दिल्ली के लोकप्रिय मुख्यमंत्री आम आदमी पार्टी के नेता मेरे गुरु अरविंद केजरीवाल जी का धन्यवाद करना चाहती हूं, जिन्होंने मुझे इतनी बड़ी जिम्मेदारी दी और इस जिम्मेदारी के लिए मुझ पर भरोसा किया। ये सिर्फ आम आदमी पार्टी में हो सकता है, अरविंद केजरीवाल जी के नेतृत्व में हो सकता है कि एक फर्स्ट टाइम पॉलिटिशियन एक राज्य की मुख्यमंत्री बने। मैं एक सामान्य परिवार से आती हूँ। शायद किसी और पार्टी में होती तो चुनाव की टिकट भी नहीं मिलती, लेकिन अरविंद केजरीवाल जी ने मुझ पर भरोसा किया, मुझे विधायक बनाया, मुझे मंत्री बनाया और आज मुख्यमंत्री बनने की जिम्मेदारी दी है. ആരാണ് ഡൽഹിയിലെ പുതിയ നായിക? അതിഷി മർലേന. 1981 ജൂൺ 8 ഡൽഹിയിലായിരുന്നു ജനനം. പഞ്ചാബി വേരുകളുള്ള രജപുത് കുടുംബത്തിൽ പ്രൊഫസർമാരായ വിജയ് സിംഗിന്റെയും തൃപ്ത വാഹിയുടെയും മകൾ. മാക്സ് ലെനിൻ എന്നീ പേരുകൾ ചേർത്താണ് അച്ഛനും അമ്മയും മകൾക്ക് മർലേന എന്ന പേര് നൽകിയത്. രാഷ്ട്രീയമായ പേരാണെങ്കിലും 2018 രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ മർലേന എന്ന പേരിന്റെ ഭാഗം അതിഷി വെട്ടിക്കളഞ്ഞു. പിന്നീട് അതിഷി എന്ന് മാത്രമാണ് അവർ അവരെ പരിചയപ്പെടുത്തിയിരുന്നത്. ഡൽഹിയിലെ സ്പ്രിംഗ് ഗേൾസ് സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. പിന്നീട് സെന്റ് സ്റ്റീഫൻ കോളേജിൽ ഉപരിപഠനം. ചരിത്രത്തിൽ ബിരുദം നേടി ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പറന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി സ്വന്തമാക്കി. ചീവെനിംഗ് സ്കോളർഷിപ്പോടെയായിരുന്നു പഠനം. പഠനശേഷം ഇന്ത്യയിലെത്തി അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളിലായിരുന്നു അതിഷിയുടെ പ്രവർത്തന മേഖല. അതിഷിയും ഭർത്താവ് പ്രവീൺ സിംഗും ചേർന്ന് നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഭോപ്പാലിലെ ഒരു സന്നദ്ധ സംഘടനയിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായ പ്രശാന്ത് ഭൂഷണെ പരിചയപ്പെടുന്നത്. 2013 അതിഷി ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. 2013 ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതോടെയാണ് അവർ പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. അവരുടെ ഇടപെടലുകൾ പാർട്ടിയുടെ പല നയങ്ങളും നവീകരിക്കുന്നതിന് വഴിവെച്ചു. അക്കാലത്താണ് സ്ഥാപക നേതാക്കളായ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്. ഇരുവരുമായും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന അതിഷിയുടെ നിലപാട് എന്താകുമെന്ന് ഡൽഹിയിലെ രാഷ്ട്രീയ ലോകം സസൂക്ഷ്മമായി നോക്കിയിരുന്നു. താൻ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന നിലപാടെടുത്തത് അവർ അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കുകയായിരുന്നു. ഡൽഹി ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയയുടെ വിദ്യാഭ്യാസകാര്യ ഉപദേശകയായും അതിഷി പ്രവർത്തിച്ചു. ഇക്കാലത്താണ് ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളുടെ മുഖം മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചത്. ഹാപ്പിനെസ് കരിക്കുലം, ഓൺട്രപ്രണർഷിപ്പ്, മൈൻഡ് സെറ്റ് കരിക്കുലം എന്നിവ നടപ്പാക്കിയതും ഇക്കാലത്താണ്. എന്നാൽ ഡൽഹി സർക്കാരിലെ ഉപദേശകരെ നിയമിച്ചത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതോടെ മനീഷ് സിസോദിയയുടെ ഓഫീസിൽ നിന്ന് അതിഷിക്ക് ഇറങ്ങേണ്ടി വന്നു. തുടർന്ന് ആം ആദ്മി പാർട്ടിയുടെ ചുമതലകൾ വഹിച്ചു. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി ടിക്കറ്റ് നൽകിയത് അതിഷിക്കായിരുന്നു. പക്ഷേ എതിരാളി കൂടുതൽ കരുത്തനായതുകൊണ്ട് തോൽവിയായിരുന്നു ഫലം. BJP ടിക്കറ്റിൽ മത്സരിച്ച ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീറിനോട് മത്സരിച്ച അതിഷി 3ാം സ്ഥാനത്തായിരുന്നു. തൊട്ടടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വിധി ഇക്കുറി അതിഷിക്കൊപ്പവും. സൗത്ത് ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തിൽ BJPയിലെ ധരംബീർ സിംഗിനെ 11,000 വോട്ടിന് തോൽപ്പിച്ചു.
വർഷങ്ങൾ കടന്നുപോകുന്നതോടെ ആം ആദ്മി പാർട്ടിയുടെ അനിഷേധ്യ നേതാവായി അതിഷി വളർന്നു. ഡൽഹിയിലെ നിർണായക വിഷയങ്ങളിൽ സർക്കാരിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ശബ്ദമായി അവർ മാറി. 2023 മാർച്ചിലാണ് അതിഷി ഡൽഹി മന്ത്രിസഭയിൽ അംഗമായത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയയ്ക്ക് രാജിവെക്കേണ്ടി വന്നപ്പോൾ വിദ്യാഭ്യാസം, പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയാണ് അതിഷിക്ക് നൽകിയത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലം അതിഷിയില്ലായിരുന്നുവെങ്കിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം അമ്പേ പാളിപ്പോയേനെ. കാരണം അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും മദ്യനയ കേസിൽ ജയിലിലായിരുന്നു. ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ തലപ്പത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി അതിഷി ചെയ്തു. ടെലിവിഷൻ ചാനലുകൾക്ക് മുന്നിലും പൊതുയോഗങ്ങളിലുമെല്ലാം പാർട്ടിയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകി. ഡൽഹിയിലേക്കുള്ള കുടിവെള്ളം മുട്ടിച്ച ഹരിയാന സർക്കാർ നടപടിക്കെതിരായി പട്ടിണി സമരമിരുന്നതോടെയും അതിഷി ശ്രദ്ധേയയായി. അഴിമതി വിരുദ്ധ മുദ്രാവാക്യവുമായി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന അരവിന്ദ് കെജ്രിവാളിന് യുക്തമായ പിൻഗാമി തന്നെയാണ് അതിഷി. ഇനി കാത്തിരുന്നു കാണാം അതിഷിയുടെ ഇന്ദ്രപ്രസ്ഥ ഭരണം.